ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC. എക്സാം ഒക്കെ അടുത്തു, അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ, നമ്മുടെ കേരളത്തിലൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇലക്ഷൻ കമ്മീഷൻ. എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ വന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനായി രൂപീകരിച്ചൊരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ നടത്താൻ വേണ്ടി വന്നൊരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഒരു സ്ഥിരം ഭരണഘടനാ സ്ഥാപനമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് അത് ഓട്ടോനോമസ് ആണ്, സ്വയം ഭരണാധികാരമുള്ള ഒരു സ്ഥിരം ഭരണഘടനാ സ്ഥാപനമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ. ഇനി എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വന്നത്? നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ തലേ ദിവസമാണ് ഇലക്ഷൻ കമ്മീഷൻ വന്നത്. അതായത് 1950 ജനുവരി 25 ഈ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത് കേട്ടോ. ഇനി അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ തന്നെ അതിൻ്റെ ആസ്ഥാനത്തിനെ വിളിക്കുന്ന പേര് നിർവാചൻ സദൻ. അതിൻ്റെ ഫുൾ അഡ്രസ് നിർവാചൻ സദൻ, അശോക റോഡ്, ന്യൂഡൽഹി എന്നാണ്. ഇനി ഇത് ഭരണഘടനാ സ്ഥാപനമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ്, ഏത് പാർട്ടിലാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് എന്ന് PSCയുടെ ഒരു എപ്പോഴും ആവർത്തിക്കുന്ന ചോദ്യമാണ്. എവിടെയാണ്? ഭാഗം 15, ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ. അപ്പോൾ 324 to 329 ആണ് ഈ ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ വരുന്നത്. സ്റ്റേറ്റിന് വേറെ ആർട്ടിക്കിൾ ഉണ്ട്. ഇത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആർട്ടിക്കിളാണ് 324 തൊട്ട് 329 വരെ. ഇനി കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്? ഇപ്പോഴത്തെ നിലവിലത്തെ ഘടന എന്താന്ന് വെച്ചാൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പിന്നെ 2 ഇലക്ഷൻ കമ്മീഷണർമാരുമാണ്. അത് നമ്മുടെ പാർലമെന്റിന് മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പോഴത്തെ ഘടന എന്താണെന്ന് ചോദിച്ചാൽ 3 ആണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരും. ഇനി ഈ കമ്മീഷണർമാരെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണല്ലോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലെ എല്ലാ ഹെഡിനെയും നിയമിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്. അവർക്ക് രാജിക്കത്ത് കൊടുക്കുന്നെങ്കിൽ ഈ പ്രസിഡന്റിന് തന്നെയാണ് രാജിക്കത്ത് കൊടുക്കുന്നത് കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റ് ആണ്. ഇനി അവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അതിൽ ഏതാണ് ഫസ്റ്റ് വരുന്നത് അതാണ് കാലാവധി എന്ന് പറയുന്നത്. ഇപ്പൊ 60 വയസ്സിൽ കയറിയ ഒരാൾ 6 വർഷം കിട്ടില്ല, 65 വയസ്സാകുമ്പോൾ റിട്ടയർ ആവണം. അല്ലെങ്കിൽ ഇപ്പോൾ 58-59 വയസ്സിൽ കയറുന്ന ഒരാൾക്കാണെങ്കിൽ 6 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, രാജിക്കത്ത് രാഷ്ട്രപതിക്കാണ് നൽകുന്നത്. ഇനി എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ സാലറി ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ, സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തുല്യമായ പദവിയും ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് ഈ ഇലക്ഷൻ കമ്മീഷണർമാർക്കും ഉള്ളത്. അതുപോലെ തന്നെ ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരെയും റിമൂവ് ചെയ്യുന്നത്. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാർ 3 പേരുണ്ട്. മീൻസ് ഇലക്ഷൻ കമ്മീഷണർമാർ 3 പേരുണ്ടല്ലോ, ചീഫും 2 ഇലക്ഷൻ കമ്മീഷണർമാരും. അവരുടെ ആക്ച്വലി പദവിയൊക്കെ സെയിം ആണ്. പക്ഷേ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് ഒരു എക്സ്ട്രാ, ഒരു അപ്പർ ഹാൻഡ് എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ, ആൾ ശുപാർശ ചെയ്താൽ മാത്രമാണ് നമ്മുടെ മറ്റ് കമ്മീഷണർമാരെ നീക്കം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് ഒരു അപ്പർ ഹാൻഡ് എവിടെയാണുള്ളത്? ആൾക്ക് അഡ്വൈസ് ചെയ്യാം. അതൊരു അഡ്വൈസറി പവർ മാത്രമാണ്, അഡ്വൈസ് ചെയ്യാം ഒരു റിമൂവൽ പ്രോസസ്സ് വരുന്നെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർമാരുടെ. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ അധികാരവും ധർമ്മങ്ങളും എന്താണെന്നാണ്. ഇലക്ഷൻ കമ്മീഷന്റെ അധികാരം എന്താണ്? തിരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും തീരുമാനിക്കുക. നിങ്ങൾ ഇന്നലെ, അതായത് മാർച്ച് 15 കണ്ടു കാണും, നമ്മുടെ ജ്ഞാനേഷ് കുമാർ സാർ വന്നിട്ട് ഈ തീയതിയും ഷെഡ്യൂളും പ്രഖ്യാപിച്ചായിരുന്നു കേരള ഇലക്ഷന്റെ. അപ്പോൾ അതാരാണ് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയാണ് ഈ തീയതിയും ഷെഡ്യൂളും പ്രഖ്യാപിക്കുക. പിന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും പുതുക്കുന്നതും. നമ്മളെല്ലാവരും ഇപ്പോൾ SIR ആ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയവരാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടന്നായിരുന്നു. അതും ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ചുമതലയാണ് അത് നടത്തുക എന്ന് പറയുന്നത്. ടൈംലി ആയിട്ട് SIR നടത്തുക എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ധർമ്മങ്ങളിൽ വരുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും ഈ ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ചുമതലയിൽ വരുന്നതാണ്. പിന്നെ പെരുമാറ്റച്ചട്ടം, ഇലക്ഷന് മുമ്പ് വരുന്ന പെരുമാറ്റച്ചട്ടം
പറയുന്നതും നടപ്പിലാക്കുന്നതും ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾ നിരീക്ഷിക്കുക, അതിലെന്തെങ്കിലും എക്സ്ട്രാ അഴിമതിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതും ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എവിടത്തെ ഇലക്ഷനാണ് നടത്തുന്നത്? പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഈ പറയുന്ന ആളുകളുടെ തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഏതൊക്കെ തിരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 324 തൊട്ട് 329 വരെയാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി ആ ആർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇൻ കേസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരികയാണെങ്കിൽ, നമുക്ക് ഒരു കുറച്ചും കൂടി ഡീപ്പ് ലെവലിൽ അവർ ചോദിക്കുകയാണെങ്കിൽ, ഏത് ആർട്ടിക്കിൾ ആണെന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ആർട്ടിക്കിൾ 324 നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ഷൻ കമ്മീഷന്റെ ധർമ്മങ്ങളെ പറ്റി പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ, വാട്ട് ഈസ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 324. ഇനി ആർട്ടിക്കിൾ 325 അതെന്താണെന്ന് നോക്കാം. അത് വിവേചനത്തിനെതിരെ, ഈ ഇലക്ഷൻ പ്രോസസ്സിൽ വിവേചനത്തിനെതിരെ പറയുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. മതം, വംശം, ജാതി, ലിംഗം, മതം, വംശം, ജാതി, ലിംഗം എന്നിവയുടെ മാത്രം അടിസ്ഥാനത്തിൽ, ഈ മാത്രം എന്നുള്ള ഒരു വേർഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഒള്ളി ദിസ് 4 ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ്. ഈ മാത്രം എന്ന് വെച്ചാൽ ഒള്ളി. അപ്പോൾ ഈ മതം, വംശം, ജാതി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ വോട്ടർ പട്ടികയിൽ ഇരുത്തരുത് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 325. വിവേചനത്തിനെതിരെയുള്ള, ഈ വോട്ടർ ലിസ്റ്റിന്റെ വിവേചനത്തിനെതിരെയുള്ള ആർട്ടിക്കിളാണ്. ഇനി ആർട്ടിക്കിൾ 326 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, അതായത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ജാതി, മത, ലിംഗഭേദമില്ലാണ്ട് വോട്ട് ചെയ്യാമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ടിക്കിളാണ്, എല്ലാവരും ഓർത്ത് വെക്കുക. ഇനി ആർട്ടിക്കിൾ 327 എന്താണെന്ന് നോക്കാം. നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റിനുള്ള അധികാരമാണ്. അപ്പോൾ നിയമസഭയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരം പറയുന്നതാണ് ആർട്ടിക്കിൾ 327. ഇനി 328 പറയുന്ന, ഈ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് ആർട്ടിക്കിൾ 327 പറഞ്ഞല്ലോ. അപ്പോൾ പാർലമെന്റിന് അധികാരം ഉണ്ടായിട്ടും ഒരു നിയമം നിർമ്മിച്ചില്ലെങ്കിൽ, പാർലമെന്റ് നിർമ്മിച്ചില്ലെങ്കിൽ, അവിടെ സംസ്ഥാന നിയമസഭയ്ക്ക് നിയമം നിർമ്മിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 328. അതായത് 327 പറയുന്നുണ്ട് പാർലമെന്റിന് നിയമം നിർമ്മിക്കാം. ഇൻ കേസ് പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് നിർമ്മിക്കാമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 328. ഇനി എന്താണ് ആർട്ടിക്കിൾ 329? കോടതികൾക്ക് തിരഞ്ഞെടുപ്പ് കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതാണ് 329 കേട്ടോ. അതും ഒന്ന് നോക്കി വെച്ചോ. ഏത് ആർട്ടിക്കിളാണ് കോടതികൾ ഇടപെടരുത് എന്ന്, തിരഞ്ഞെടുപ്പ് കാര്യത്തിൽ കോടതികൾ ഇടപെടരുതെന്ന് പറയുന്നത്? അത് 329 ഓക്കെ. എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ റെലവൻറ്റ് ഇഷ്യൂ ആയത്? 5 സംസ്ഥാനങ്ങളിൽ, അതായത് 4 സംസ്ഥാനം ഒരു യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റ് എങ്കിലും, 5 സംസ്ഥാനങ്ങളിൽ മാർച്ച് 15 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽസും കൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷൻ നടക്കുന്ന ഡേറ്റ് എന്നാണ്? 2026 ഏപ്രിൽ 9. അതൊരു വ്യാഴാഴ്ചയാണ്. ചോദിക്കാം കേട്ടോ. കേരളത്തിന്റെ കൂടെ ഇലക്ഷൻ നടക്കുന്ന ബാക്കി 2 സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? ആസാം, പുതുച്ചേരി. അപ്പോൾ കേരളത്തിന്റെ കൂടെ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തവ അല്ലെങ്കിൽ പെട്ടവ എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓർത്ത് വെക്കുക, കേരളം, ആസാം, പുതുച്ചേരി ഒരുമിച്ചാണ് ഇലക്ഷൻ നടക്കുന്നത്. ഒരൊറ്റ ഫേസേ ഉള്ളൂ. 2026 ഏപ്രിൽ 9. ഇനി തമിഴ്നാട്ടിൽ ഇലക്ഷൻ എപ്പോഴാണ് നടക്കുന്നത്? 2026 ഏപ്രിൽ 23 തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നത്. അപ്പം 5 സംസ്ഥാനങ്ങൾ, 3 സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ 9, പിന്നെ തമിഴ്നാട്ടിൽ ഏപ്രിൽ 23, പിന്നെ പശ്ചിമ ബംഗാളാണ് വരുന്നത്. അവിടെ മാത്രമാണ് 2 ഘട്ടങ്ങളിലായി, 5 സംസ്ഥാനങ്ങളിൽ 2 ഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്ന ഏക സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഈ 5 സംസ്ഥാനങ്ങളുടെ പേര് ഓർത്ത് വയ്ക്കുക: കേരളം, ആസാം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. ഇവിടെ 2 ഘട്ടത്തിലാണ് നടക്കുന്നത്, ഏപ്രിൽ 23 ഏപ്രിൽ 29. ഇനി വോട്ടെണ്ണൽ എല്ലായിടത്തും ഒരു ദിവസമാണ്, മെയ് 4.
അപ്പോൾ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ആ കുഞ്ഞു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഈ ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്ര തന്നെയാണ് എക്സാംസിന് കണ്ടുവരുന്നത്. ബട്ട് കുറച്ചും കൂടെ നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും PYQസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും വന്നൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് കിട്ടും, ഓക്കെ ഇലക്ഷൻ കമ്മീഷൻ ഈസ് സെറ്റ് എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.